പ്രിയപ്പെട്ടവരെ, ഇതൊരു അടിപ്പാതയാണ്. പക്ഷെ ഇന്ന് നൂറുകണക്കിന് രോഗികളുടെയും കുടുംബത്തിൻ്റെയും അഭയസ്ഥാനമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗവൺമെൻറ് ആശുപത്രിയുടെ പരിസരത്തെ കാഴ്ചകളാണിത്. ഹൃദയം നുറുങ്ങുന്ന, സങ്കടപ്പെടുത്തുന്ന നൊമ്പര കാഴ്ചകൾ. ഈ വീഡിയോയിൽ പങ്കുവയ്ക്കുന്ന ആ സഹോദരി കരഞ്ഞുകൊണ്ടാണിത് നമ്മളോട് പറയുന്നത്. നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ? വിശ്വസിച്ചേ പറ്റൂ. ഇത് സത്യമാണ്. ഇന്ത്യയിലെ അനേകായിരം രോഗികളുടെ പച്ചയായ സത്യം. ആശുപത്രിയിൽ ബെഡില്ലാത്തതിനാൽ നൂറുകണക്കിന് രോഗികൾ കൊടും തണുപ്പത്ത് വെറും നിലത്ത് പുതപ്പ് വിരിച്ച് ഇവിടെ കഴിയുന്നു. മനുഷ്യരും തെരുവ് നായ്ക്കളും ഒരേ തറയിൽ അഴുക്കും ദുർഗന്ധവും ഛർദിയും മൂത്രവിസർജനവും എല്ലാം ഇവിടെയാണ്. രോഗം മാറാൻ വന്നവർ പുതിയ രോഗവുമായി പുതിയ രോഗം സൃഷ്ടിച്ചുകൊണ്ടാണ് ഇവിടെ നിന്ന് പോകുന്നത്. പ്രിയപ്പെട്ടവരെ, കൊടും തണുപ്പിൽ വിറച്ചു നിൽക്കുന്ന പാവപ്പെട്ടവർ പുതപ്പ് കിട്ടാൻ പരസ്പരം മല്ലടിക്കുന്ന ഹൃദയവേദകമായ കാഴ്ചകളാണ് ഇവിടെ പല സമയങ്ങളിലും കാണാൻ കഴിയുന്നത്. ഇത് നമ്മുടെ രാജ്യ തലസ്ഥാനത്തെ ഡൽഹിയിലെ എയിംസ് ഹോസ്പിറ്റലിന് പരിസരത്തുള്ള സബ്വേയിലെ കാഴ്ചകളാണ്. ശസ്ത്രക്രിയ നടത്താൻ ഡോക്ടർമാർ വന്നില്ലെന്ന് പറയുന്നവർ, ആവശ്യത്തിന് മരുന്നില്ലാതെ അലയുന്ന പല കാഴ്ചകളും ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. साथ सोते नजर आ जाएंगे। इस टनल का रास्ता जाता है देश के 2 सबसे बड़े हॉस्पिटल्स तक। यहाँ उल्टी, पॉटी, यूरिन तीनों की स्मेल एक साथ है। इस ठंड में पेशेंट्स लड़ रहे हैं कंबल के लिए। गोरन, हम आपका ऑपरेशन करना ही भूल गए। वो उन्होंने बोला ये? हाँ, क्या हमें ध्यान नहीं रहा आपका। ये गवर्नमेंट हॉस्पिटल का कमरा है जहां बेड पर ही नहीं फ्लोर पर भी पेशेंट्स भरे हुए हैं। दवा देखिए लिखा हुआ सारा है मैम। आधी दवाइयों के सामने लिखा है। നമ്മൾ ഇപ്പോഴും പുരോഗതിയെക്കുറിച്ച് വാദോരാതെ സംസാരിക്കുന്നു. ഇന്ത്യയിൽ സാധാരണക്കാരനായ പാവപ്പെട്ട ആളുകൾക്ക് ചികിത്സയും അന്തസ്സുള്ള ജീവിതവും ഇന്നും എത്രയോ അകലെയാണ്. ഈ സഹോദരങ്ങളുടെ ദുരവസ്ഥ വാർത്തയാക്കാൻ ഒരു മീഡിയക്കാരനും വന്നില്ലല്ലോ എന്നോർക്കുമ്പോൾ അത്ഭുതമാണ് തോന്നുന്നത്. ഒരു രാഷ്ട്രീയ നേതാവിനെയും കണ്ടില്ല എന്നോർക്കുമ്പോൾ അത്ഭുതം തോന്നുന്നു പ്രിയപ്പെട്ടവരെ. പിന്നീട് ആർക്ക് വേണ്ടിയിട്ടാണ് ഓരോ രാഷ്ട്രീയക്കാരനും മൈക്കിൻ്റെ മുമ്പിൽ വന്ന് സംസാരിക്കുന്നത്? ആരുടെ കരളേൽപ്പിക്കുന്ന കാഴ്ചകളാണ് രാഷ്ട്രീയക്കാർ വെച്ച് വിളമ്പുന്നത്? ആർക്ക് വേണ്ടിയാണ്, ഏത് സത്യം തേടിയിട്ടാണ് ഇന്ത്യയിലെ മീഡിയകൾ സംസാരിക്കുന്നത്?